ആശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3500 രൂപ വേണം. 3500 രൂപ അല്ലേ? അതെ, കടമായിട്ട് മതി. എന്റെ കയ്യില് ധാരാളം പണമുണ്ട്. അത് ഞാൻ നിനക്ക് കടമായിട്ട് തരില്ല. കുഷ്ഠരോഗിന്റെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാരെ തീറ്റിക്കാൻ അല്ലടോ കുഷ്ഠരോഗി വെണ്ണ എടുത്തിരിക്കുന്നത്. അത് അയൊക്കെ തന്നെ തിന്നാനാ. ഞാൻ എന്തുറപ്പുമേ നിനക്ക് കാശ് തരും? നീ അത് എങ്ങനെ എനിക്ക് മടക്കി തരും? ആശാൻ അങ്ങനെ പറയരുത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് ജയിലിലോട്ട് പോകാൻ. 1 കൊല്ലം കൂടിയേ ജയിലിലുള്ളൂ. തിരിച്ചു വന്നാൽ ഞാൻ തരും. തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും? നീ ജയിലിൽ നിന്നല്ലേ വരുന്നത്, ഗൾഫിൽ നിന്നല്ലല്ലോ. അല്ല ആശാനെ, തിരിച്ചു വന്നാൽ ഞാൻ ജോലി എടുത്തു തരും. ജ്വാലിയാ? എന്ത് ജ്വാലി? 3500 രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ. അത് ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്. അതേത് വീട്? ആശാന്റെ വീടോ മറ്റോ ആണോ? കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. പോടാ. എനിക്കിത് വേണം ആശാൻ. പോലീസുകാർ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും, നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റിയപ്പോഴും, ഈർക്കില് കുത്തി കയറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒറ്റിയില്ല. എന്തുകൊണ്ട്? വിഭക്തി. ഞാനൊരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല മുൻ കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഗോതമ്പുണ്ട നിന്ന് അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും. ആശാനെ, ഞാൻ ആശാനെ ഒറ്റും. വീണ്ടും കാണാം. ഇവിടെ വെച്ചല്ല, സെൻട്രൽ ജയിൽ വെച്ച്. ഗുഡ് ബൈ. എന്റെ പൊന്നു മോനെ, പിണങ്ങി പോവാണോ? ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ. സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ 3500 രൂപ തരാത്ത ഒരു ക്രൂരനാണ് ഞാൻ. നീ വിചാരിച്ചോടാ? താനങ്ങനെ വിചാരിച്ചോടോ? സത്യം. അത് എന്റെ വിവരക്കേടുണ്ടാ. പോയി വെള്ളം ചൂടാതെ നോക്കണോ. നിന്റെ പരോൾ എന്നാ കഴിയുന്നത്? തിങ്കളാഴ്ച, അതായത് മൺഡേ. MONDAY. ഈ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. അടിച്ചു മാറ്റണം. എന്റെ തിണ്ണെ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കൂ. ഇത് മദ്രാസ് ഒരാളുടെയാ. ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് 5000 രൂപ കിട്ടും. വളരെ സന്തോഷം ആശാനെ. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇത് അലുവ പോലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ. നീ അത് കണ്ടാങ്ക്രസ് ആക്കരുത്. എന്താ ആശാനെ, എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്.